മഴക്കാലത്തെ മേഘങ്ങളൊക്കെ ബിൽഡിങ്സ് തൊട്ട് തൊട്ട് വളരെ താഴ്ന്നായിരിക്കും, കറുത്തിരുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഏകദേശം 40,000-50,000 അടി ഉയരത്തിൽ വരെ ഈ മേഘം നിൽക്കുക. അതിൻ്റെ മുകളിൽ കൂടെ പോകാൻ എന്തായാലും നമ്മളുടെ പ്ലെയിനുകൾക്ക് സാധിക്കില്ല. ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ മേഘം ഇങ്ങനെ ഒരു വലിയ മഷ്റൂമിൻ്റെ ഷേപ്പിൽ വലിയ ടവർ പോലെ നിൽക്കുന്ന കാണാം. ഈ മേഘത്തിനകത്ത് ഒരു പ്ലെയിനും കയറരുത്. കയറിപ്പോയാൽ ഒരു കൊച്ചുകുട്ടി ഒരു കളിപ്പാട്ടം എടുത്ത് എറിയുന്ന പോലെ മേഘങ്ങളൊന്നുമില്ലാത്ത ക്ലിയർ ആയിട്ടുള്ള എയറിലും ടർബുലൻസ് ഉണ്ടാകാം. ഇറ്റ് ഇസ് കോൾഡ് കാറ്റ്. ഒരു വൈമാനികൻ ഏറ്റവും അധികം ഫ്ലൈയിങ്ങിൽ ഭയക്കുന്നത് എന്തായിരിക്കും? സ്വന്തം കഴിവുകേടിനെ. എൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഡൗട്ടാണെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ ട്രെയിനിങ് ഒക്കെ നടത്തി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ ഓടിക്കുന്ന പ്ലെയിനിൽ കയറുമ്പോൾ ടർബുലൻസ് എന്ന ടേം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ആവുമ്പോൾ തന്നെ നമ്മൾ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സ് ചെറുതായിട്ടെങ്കിലും ഒന്ന് പേടിക്കും. നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഓടിക്കുന്നുണ്ട്, ഇതിനുള്ള ട്രെയിനിങ് പ്രത്യേകമായിട്ട് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ മെൻ്റൽ കാമായിട്ട് നിൽക്കാനുള്ള ഒരു ട്രെയിനിങ്? മെൻ്റൽ കാംനെസ് ഏതൊരു പൈലറ്റിൻ്റെയും ഒരു വലിയ ആട്രിബ്യൂട്ടാണ്. അത് ട്രെയിനിങ് തരുന്നുണ്ടോ അതിന്? നമുക്ക് നല്ല കമ്പനികളെല്ലാം നമുക്ക് അതിനു വേണ്ടി ചില സെഷൻസൊക്കെ തരാറുണ്ട്. അത് അങ്ങനെ അത് നല്ല കമ്പനികളിൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരു നോർമൽ പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമൊന്നുമല്ല. പക്ഷേ ടർബുലൻസ് ഫേസ് ചെയ്യാന്നുള്ളത് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ടർബുലൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു തരം പ്ലെയിൻ ഏത് സ്പീഡിൽ ഫ്ലൈ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അത് ചില സ്പീഡിൽ ഫ്ലൈ ചെയ്താൽ ആ പ്ലെയിനിന് ആ ടർബുലൻസ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ അതിൻ്റെ സ്ട്രക്ചറിന് കഴിയില്ല. അപ്പോൾ അതനുസരിച്ചുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ടർബുലൻസ് തന്നെയും പലതരമുണ്ട്. ഇപ്പോൾ മൺസൂൺ കാലാവസ്ഥയാണ്, മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഹെവി ആയിട്ടുള്ള റെയിൻ ക്ലൗഡ്സാണ്. ഈ റെയിൻ ക്ലൗഡ്സ് തന്നെ പൊതുവേ 11 തരം മേഘങ്ങളാണുള്ളത്. ഈ 11 തരം മേഘങ്ങളിൽ ഒരു പ്രത്യേക തരം മേഘമാണ് ഇടിമിന്നൽ ഉണ്ടാക്കുന്നത്. അതിൽ ഉള്ളതിൽ ഏറ്റവും വലിയ മേഘം സൈസ് വൈസ് അതും അത് തന്നെയാണ്. ഈ മേഘത്തിൻ്റെ പേര് ക്യുമുലോ നിംബസ് എന്നാണ്. എല്ലാ പൈലറ്റ്സും പേടിക്കുന്ന ഒരു മേഘമാണത്. അതിനകത്ത് ക്യുമുലോ നിംബസ് എന്ന് പറയുന്ന ഈ മഴമേഘം ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്ലിയർ സ്കൈ അല്ല, ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ മേഘം ഇങ്ങനെ ഒരു വലിയ മഷ്റൂമിൻ്റെ ഷേപ്പിൽ വലിയ ടവർ പോലെ നിൽക്കുന്ന കാണാം. ഈ മേഘത്തിനകത്ത് നിന്നാണ് ഈ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. ഈ മേഘത്തിനകത്ത് ഒരു പ്ലെയിനും കയറരുത്. കയറിപ്പോയാൽ ഒരു കൊച്ചുകുട്ടി ഒരു കളിപ്പാട്ടം എടുത്ത് എറിയുന്ന പോലെ ഈ പ്ലെയിനെ എടുത്ത് എറിഞ്ഞു കളയും. ഇത് മുകളിലോട്ടും താഴോട്ടും ഒക്കെ വയലൻ്റായിട്ട് പോകും. അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അത്രയ്ക്കും വേണ്ടി എനർജി ആ മേഘത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേഘങ്ങളെ ഞങ്ങളുടെ വെതർ റേഡാർ എന്ന് പറയുന്ന സംവിധാനം കാണിച്ചു തരും. അങ്ങനെ കാണുന്നതിനെ ഞങ്ങൾ അവോയ്ഡ് ചെയ്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ വഴി തിരിഞ്ഞു പോകാനേ പറ്റുള്ളൂ. ചിലപ്പോൾ ചില മേഘങ്ങളൊക്കെ അത്രയും സൈസ് കുറവായിരിക്കും, ഞങ്ങൾ പോകുന്നതിൻ്റെ താഴെയായിരിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് വഴി മാറിപ്പോകാൻ ചിലപ്പോൾ 100, 150, 200 കിലോമീറ്ററൊക്കെ വഴി മാറി പോകേണ്ടി വരാറുണ്ട്. അത് അത്ര ഹ്യൂജ് ആയിരിക്കും അല്ലേ? അതെ, അല്ല ഈ മേഘങ്ങൾ അത്രയും വലുതാണ്, മഷ്റൂം ഷേപ്പിൽ കാണുന്ന അല്ലേ? അതെ അതെ അതെ. ഈ 11 തരം മേഘങ്ങളിൽ പിന്നെ പേടിക്കേണ്ട മേഘങ്ങൾ ഏതാണ്? ഇല്ല, പിന്നെ വലുതായിട്ടൊന്നും പേടിക്കേണ്ട. ക്യുമുലോ നിംബസ് ലൈറ്റ്നിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടർബുലൻസ് ഉണ്ടാവുമ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പം നമ്മളിതിനെ ഇപ്പം നിങ്ങൾ വഴി തിരിച്ചു വിടുക എന്ന് പറയുമ്പോൾ നോർമലി നിങ്ങൾ ഇതിൻ്റെ റൈറ്റ് ഓർ ലെഫ്റ്റ് ആണ് ഓപ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ടോപ്പ് ഓപ്റ്റ് ചെയ്യത്തില്ല, ബോട്ടം ഓപ്റ്റ് ചെയ്യത്തില്ല അല്ലേ? അല്ല ബോട്ടം ഓപ്റ്റ് ചെയ്യരുത്. കാര്യം ഇതിൻ്റെ അടിയിൽ അതിൻ്റെ എല്ലാ എഫക്റ്റും താഴോട്ട് വരും. ടോപ്പ് ഓപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഈ മേഘങ്ങൾ 50,000 അടിയൊക്കെ പൊക്കത്തിലാണ്. അതായത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ മഴക്കാലത്തെ മേഘങ്ങളൊക്കെ ബിൽഡിങ്സ് തൊട്ട് തൊട്ട് വളരെ താഴ്ന്നായിരിക്കും, കറുത്തിരുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഏകദേശം 40,000-50,000 അടി ഉയരത്തിൽ വരെ ഈ മേഘം നിൽക്കുക. അതിൻ്റെ മുകളിൽ കൂടെ പോകാൻ എന്തായാലും നമ്മളുടെ പ്ലെയിനുകൾക്ക് സാധിക്കില്ല. അപ്പോൾ പിന്നെ ക്ലൗഡ് സീഡിങ് നടത്താൻ മേഘങ്ങൾ ഉപയോഗിക്കുന്നതോ? അപ്പോൾ അതിന് മുകളിൽ പോയാലേ സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മഴ പെയ്യിക്കാൻ? അതായത് ഈ ക്ലൗഡ്സിനെ അല്ല അത് ചെയ്യുന്നത്. അത് വളരെ താഴ്ന്ന ഓൾട്ടിറ്റ്യൂഡിൽ 5,000 അടിയോ 8,000 അടിയോ ഒക്കെ ഉയരത്തിലുള്ള ചെറിയ ക്ലൗഡ്സ്, ഉപദ്രവിക്കാത്ത ക്ലൗഡ്സിന്, ലൈറ്റ്നിങ് ഒന്നും ഉണ്ടാക്കാത്ത ചെറിയ ഫ്ലൈറ്റ് ആണ് പലതും സീഡ് ചെയ്യാൻ പോകുന്നതൊക്കെ വിഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ക്ലൗഡിലും ഈ ഇത്തരത്തിലുള്ള കെമിക്കൽ സീഡ് ചെയ്താൽ
മഴയുണ്ടാവും അല്ലേ? അതിനൊരു സ്റ്റഡി ഉണ്ട് എൻ്റെ പുറകിൽ. അതിന് എന്താണ് പോസിബിലിറ്റി ഉള്ള ക്ലൗഡ്സ് ഒട്ടുമിക്കവാറും ചെറിയ ക്ലൗഡ്സിനെല്ലാം അത് സീഡിങ് കാരണം മഴ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് മഴത്തുള്ളിയായിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അത് ബാംഗ്ലൂരിലൊക്കെ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വേപ്പർ ആണല്ലോ അല്ലേ? ക്ലൗഡ്സ് എന്ന് പറയുന്നത് ഫുൾ ലോഡഡ് വിത്ത് വാട്ടർ ആണല്ലോ. ഇറ്റ്സ് പ്യുവർ വാട്ടർ വേപ്പർ. അപ്പോൾ ഞാൻ ഒരിക്കലും യാത്ര ചെയ്തപ്പോൾ എനിക്കൊന്നൊരു 10-20 അടിയിലേക്ക് ഈ ഫ്ലൈറ്റ് എന്താ പറയുക ടർബുലൻസിൽ പെട്ടിട്ട് എന്തായാലും പറയാ എന്തായാലും ഒരു പേര് പറയുമല്ലോ. അല്ല, അത് സാധാരണ ആൾക്കാർ എയർ പോക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ശരിക്കും ഒരു എയർ പോക്കറ്റ് ഇല്ല. അത് ഒരു റോങ് ടേം ആണ് ശരിക്കും. ടർബുലൻസ് 2 രീതിയിലുണ്ടാവും. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞു, മേഘങ്ങൾ. ഈ മേഘങ്ങളിനകത്ത് കയറിയാൽ ഇപ്പോൾ ഈ ഏറ്റവും അപകടകാരിയായ മേഘം അല്ലെങ്കിൽ പോലും സാധാരണ മഴമേഘങ്ങളിലെല്ലാം കയറിയാലും ഇത് പെട്ടെന്ന് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകും. അതിന് കാരണം ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത് എയറിലാണല്ലോ. അപ്പോൾ വായു ആണല്ലോ ഇതിനെ താങ്ങി നിർത്തുന്നത്. പക്ഷേ മേഘമെന്ന് പറയുന്നത് വാട്ടർ വേപ്പർ അല്ലേ? വാട്ടർ വേപ്പർ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പം ആവി മുകളിലോട്ടല്ലേ പോകുന്നു. അതിന് കാരണം എന്താ? വാട്ടർ വേപ്പർ എയറിനേക്കാളും കട്ടി കുറവായതുകൊണ്ട്, ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ വായുവിൽ കൂടെ ഫ്ലൈ ചെയ്ത് വരുന്ന ഒരു പ്ലെയിൻ പെട്ടെന്ന് മേഘമെന്ന് പറയുന്ന വാട്ടർ വേപ്പറിനകത്ത് കയറുകയാണ്. അപ്പോൾ ഈ വായുവിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ ഒരു സാധനത്തിനകത്തോട്ടല്ലേ പെട്ടെന്ന് കയറുന്നത്. അപ്പോൾ അതിന് ആ ലിഫ്റ്റിംഗ് കേപ്പബിലിറ്റി പെട്ടെന്ന് കുറവാണ്, അല്ലെങ്കിൽ വ്യത്യാസം വരികയാണ്. അത് കാരണം ഇത് താഴോട്ട് പോകാൻ പെട്ടെന്ന്. അതേപോലെ തന്നെ ഈ മേഘങ്ങൾ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും എല്ലാ മേഘങ്ങളും. ഓക്കെ, അങ്ങനെയാണല്ലേ? സർഫസിൽ നിന്നും ആവി മുകളിലോട്ട് പോകുന്നതാണല്ലോ മേഘങ്ങളായി ഫോം ചെയ്യുന്നത്. അപ്പോൾ മുകളിലോട്ട് കാറ്റ് നമ്മൾ സാധാരണ സൈഡിലേക്ക് അടിക്കുന്നു എന്ന് പറയുന്നത് ഇത് മുകളിലോട്ട് കാറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ മേഘങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ താഴോട്ടും മുകളിലോട്ടും ഒക്കെ ഇങ്ങനെയുള്ള ടർബുലൻറ്റ് എയർ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അതിനകത്ത് ചെന്ന് പെടുമ്പോഴാണ് പ്ലെയിൻ കിടന്ന് മുകളിലോട്ടും താഴോട്ടും ആകുന്നത്. ഇത് ഒന്ന്. രണ്ടാമത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടർബുലൻസ് ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് കാറ്റ്, ക്ലിയർ എയർ ടർബുലൻസ്. അപ്പോൾ മേഘങ്ങളൊന്നുമില്ലാത്ത ക്ലിയർ ആയിട്ടുള്ള എയറിലും ടർബുലൻസ് ഉണ്ടാകാം. അത് കൂടുതലും ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലൊക്കെയാണ്. നമ്മൾ സാധാരണ പ്ലെയിനിൽ പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പ്ലെയിൻ ഇങ്ങനെ കുലുങ്ങും. നമ്മൾ പുറത്തോട്ട് നോക്കിയാൽ ഒന്നും കാണില്ല, ക്ലൗഡ്സ് ഒന്നും. അത് എയർ ഫ്ലോയുടെ വ്യത്യാസം കൊണ്ടുണ്ടാകും. എയർ ഫ്ലോ മാറിക്കൊണ്ടിരിക്കും. പ്രഷർ സ്വാഭാവികമായി മാറും എയർ ഫ്ലോ മാറുമ്പോൾ അല്ലേ? ഒരു വൈമാനികൻ ഏറ്റവും അധികം ഫ്ലൈയിങ്ങിൽ ഭയക്കുന്നത് എന്തായിരിക്കും? സ്വന്തം കഴിവുകേടിനെ. ഇപ്പം നമ്മൾ ഈ ടർബുലൻസിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് ഈ 2 തരം ടർബുലൻസിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് അന്തരീക്ഷത്തിലെ ടർബുലൻസ്. നമ്മുടെ തലയ്ക്കകത്തും വലിയ ടർബുലൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അതെ, അതായത് ഒന്ന് സംടൈംസ് യു സേ നോളജ് ഇസ് എവറിത്തിങ്. റൈറ്റ്. അപ്പോൾ ഒരു പൈലറ്റിൻ്റെ പഠിച്ചിറങ്ങുക എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ വിചാരിക്കുന്നത് ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്യാൻ, അത് ടേക്ക് ഓഫ് ചെയ്ത് പറപ്പിച്ചു കൊണ്ട് ഇറക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു ജനറൽ ഒരു തോന്നൽ, ടെക്നിക്കൽ നോളജ്. അതെ. പക്ഷെ ആ ടെക്നിക്കൽ നോളജ് കഴിഞ്ഞിട്ട് എത്രത്തോളം പഠിച്ചാലാണ് ശരിക്കും ഒരു എയർലൈൻ പൈലറ്റ് ഒരു പ്ലെയിനും കൊണ്ട് പോകുന്നത്, യാത്രക്കാരെയും കൊണ്ട്. ഈ പറഞ്ഞ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ഈ പ്ലെയിനിൻ്റെ മെക്കാനിക്കൽ ഫങ്ഷനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഈ പ്ലെയിൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാനുമുണ്ട്, എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കാനുമുണ്ട്. ഓരോ കാലാവസ്ഥയാണല്ലോ, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരുപാട് കാലാവസ്ഥ പ്രഡിക്ഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. എങ്കിലും അതാത് സമയത്ത് ആ വിമാനം എങ്ങനെയാണ് ആ വായുവിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പെരുമാറുക എന്നുള്ളത് അത് ഒരു പൈലറ്റിൻ്റെ പഠനം കൊണ്ടും എക്സ്പീരിയൻസും കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു നോളജാണ്. പിന്നെ സ്കിൽ. നന്നായിട്ട് കാർ ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ അത് നന്നായിട്ട് സ്മൂത്തായിട്ട് വളരെ ആക്യുറേറ്റായിട്ട് ഓടിക്കുന്ന കുറച്ച് പേര് കാണുള്ളൂ. എന്ന് പറയുന്ന പോലെ ഒരു സ്കില്ല് തന്നെയാണ് ഫ്ലൈയിങ്ങിനുള്ളത്. സ്കിൽ ക്യാൻ ബി അക്വയർഡ്. നമുക്കില്ലാത്ത സ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് പഠിച്ചെടുക്കാം. എങ്കിലും ആ ഒരു സ്കില്ലിൻ്റെ ലെവൽ പല പൈലറ്റ്സും പല രീതിയിലായിരിക്കുമല്ലോ, ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പം ആ ഒരു കാര്യമുണ്ട്, നോളജുണ്ട്, സ്കില്ലുണ്ട്. ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, നേരത്തെ പറഞ്ഞു കാംനെസ്. ഏതൊരവസ്ഥയിലും വളരെ കാമായിട്ട് ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ ഒരു പൈലറ്റിനാവണം. കാര്യം
200 200 ചില്ലാനും ആൾക്കാർ യാത്രക്കാർ പുറകെ ഇരിക്കുക. അവരുടെ ജീവൻ്റെ ഉത്തരവാദിത്വം. ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചാലും ദ ബക്ക് സ്റ്റോപ്സ് ദെയർ എന്ന് പറയുന്നില്ല, ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആ വിമാനത്തിൻ്റെ ക്യാപ്റ്റനാണ്. ആ ഒരു ക്യാപ്റ്റൻ ആ നിമിഷം എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും ബാക്കി എന്ത് സംഭവിക്കുന്നത്. ഒരു വിമാനത്തിൽ എന്ത് സംഭവിക്കാം. ഒരു എമർജൻസി ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്, ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രോബ്ലം ഒരു ഫ്ലൈറ്റിനകത്ത് വെച്ച് വന്നാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇന്നലെയും ഞാനൊരു വിമാനത്തിൽ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളൂ. അറബിക്കടലിൻ്റെ നടുക്ക് കൃത്യം, അതായത് പുറകിലോട്ട് പോയാൽ ഒമാനും മുന്നിലോട്ട് വന്നാൽ ബോംബെയും, ഇതിൻ്റെ ഒത്ത നടുക്കെത്തിയപ്പോൾ ഒരു പാസഞ്ചർ, ഒരു സ്ത്രീക്ക് ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഫസ്റ്റ് എയ്ഡിന് വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുള്ള ക്യാബിൻ ക്രൂ അതപ്പോൾ തൽക്കാലം കൈകാര്യം ചെയ്യും. 2, യാത്രക്കാരിൽ ഏതെങ്കിലും ഡോക്ടറോ നഴ്സോ ഉണ്ടോ എന്ന് അനൗൺസ്മെൻറ്റ് നടത്തി കണ്ടുപിടിച്ച് ആ ഉള്ള ഡോക്ടറോ നഴ്സോ ഉണ്ടെങ്കിൽ അവർ സഹായിക്കും. 3, ആ സമയത്ത് പൈലറ്റ്സ് എന്താണ് ചെയ്യുന്നത്, ആ സമയം എങ്ങോട്ടാണ് ഡൈവേർട്ട് ചെയ്ത് പോയി പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഫുൾ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഇന്നലെയും അത് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല എങ്കിലും ഓരോ മിനിറ്റും ക്യാബിൻ ക്രൂ പറയുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അടുത്ത സ്ഥലം ഏതാണ്, പോയി ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ. ഇങ്ങനെയാണ് ഒരു പൈലറ്റ്. ബോംബെ അല്ലാതെ വേറെ ഓപ്ഷൻ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ശരിക്കും നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ പാകിസ്ഥാനായിരുന്നു. ഇന്ന് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒന്നുകിൽ പുറകോട്ട് പോവുക ഒമാനിലേക്ക്, അല്ലെങ്കിൽ മുന്നോട്ട് വരിക ബോംബെയിലേക്ക്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ തീരുമാനം ഒരു പൈലറ്റിൻ്റെ തീരുമാനമാണ്. അതനുസരിച്ചിരിക്കും ഒരാളുടെ ജീവൻ രക്ഷിക്കുകയോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനൊരു മെഡിക്കൽ കേസ് അറ്റൻഡ് ചെയ്യുന്നു, ഒമാനിലേക്ക് 1 മണിക്കൂർ ബാക്കിലേക്ക് ഫ്ലൈ ചെയ്യാം, 1 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ ഇന്ത്യയിലേക്ക് എത്താം. നോർമലി ഇന്ത്യയിലേക്ക് ഫ്ലൈ ചെയ്തെത്താൻ നോക്കുന്നതല്ലേ നല്ലത്? മെഡിക്കൽ ഫെസിലിറ്റി കൂടുതൽ ഇവിടെയാണ്, മദർലാൻഡ് ഇതായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ ഒരു? വളരെ സിമ്പിൾ ആൻസർ. ഒരാളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എത്ര വേഗം അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥലത്തു നിന്നും മുന്നോട്ടോ പുറകോട്ടോ പോയി 2 സ്ഥലങ്ങളിലേക്ക് എത്താം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ എത്ര വേഗതയിൽ ഒരു സ്ഥലത്തെത്താമെന്ന് മാത്രമേ നോക്കുകയുള്ളൂ. അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം. ഫെസിലിറ്റീസ് എല്ലായിടത്തും കിട്ടുമായിരിക്കും, പക്ഷേ സമയമാണ് മോസ്റ്റ് ക്രിട്ടിക്കൽ. നേരത്തെ ടർബുലൻസിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ ടർബുലൻസ് വന്ന് പൈലറ്റ്സ് അവരുടെ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിനകത്തൂടെ കയറാതിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം അകത്ത് ഫീൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിനോട് ഇപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ പോലും ഫ്ലൈറ്റിൽ യാത്ര അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിന് ഇമ്മീഡിയറ്റ്ലി വളരെ കാംഫുള്ളി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകനോ മകളോ ഉണ്ടാവും, ഇപ്പോഴത്തെ ഒരു അച്ഛനോ അമ്മയോ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും. അപ്പം ഈ മകനോ മകളോ ആണ് ഇവരെ ആശ്വസിപ്പിക്കുന്നത്, അച്ഛനെയും അമ്മയും കുട്ടികളെയും ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ കുട്ടികളടുത്ത് മുട്ടായി എടുത്ത് വായിട്ട് ചവയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളത് ചവച്ച് പൊട്ടിച്ച് കഴിക്കും. പൊട്ടിച്ച് കഴിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സോളോ ചെയ്യുന്ന പോലെ കാണിച്ചാൽ മാത്രമേ ഈ ചെവിയിലുള്ള ആ ഒരു പെട്ടെന്ന് ഡിഫറൻസ് കാരണം വരുന്ന അടപ്പില്ലേ അത് പോവാം. അടയ്ക്കുമ്പോൾ തന്നെ തലവേന എടുക്കുക, ചില അച്ഛന്മാർ തലവേന എടുക്കുന്ന കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ കൂട്ടത്തിൽ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ അവർക്ക് എന്താണ് ഒരു ടിപ്പ് പോലെ പറയാനുള്ളത്? ഈ ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിനകത്ത് തന്നെ 2-3 ചോദ്യങ്ങളുണ്ട്. ഇതിനകത്ത് പല കാര്യങ്ങൾ. ആദ്യത്തത്, ടർബുലൻസ് ഉണ്ടാകുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിച്ച് സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹെഡ് പൊസിഷൻ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കണം? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. സീറ്റ് ബെൽറ്റ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്, ധരിച്ചിരിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. അതേപോലെ ക്യാബിൻ ക്രൂ ഇതിൻ്റെ എല്ലാം ട്രെയിൻഡാണ്. ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന എയർ ഹോസ്റ്റസ്മാരെ നമ്മൾ കണ്ടാൽ സാധാരണ അവർ നമുക്ക് ആഹാരവും ടീയും കോഫിയൊക്കെ തരാൻ വേണ്ടിയുള്ള സ്റ്റാഫാണെന്ന് പലരും ധരിക്കും. അങ്ങനെയല്ല. അവരുടെ 5% മാത്രമാണ് അത് അവരുടെ ജോലി. 95% ജോലിയും
യാത്രക്കാരുടെ സേഫ്റ്റി, വിമാനത്തിൻ്റെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ട്രെയിൻഡാണ്. അവർ ഫസ്റ്റ് എയ്ഡ് ട്രെയിൻഡാണ്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള കുട്ടികളാണ്. പണ്ട് കാലത്ത് എയർ ഹോസ്റ്റസ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ വളരെ പണ്ട് കാലത്ത് ഒരു നേഴ്സായിരിക്കണം എന്നുള്ളതായിരുന്നു. ഓ നേഴ്സസിനെയാണ് പണ്ട് കാലത്ത് എയർ ഹോസ്റ്റസ് ആയിട്ട് എടുത്തിരുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു. എങ്കിലും ഒരു 40s മുൻപാണോ അതോ വളരെ പണ്ട് കാലത്തുള്ള കാര്യം പറയാം. ഒറിജിനലി അപ്പോൾ കൊമേഴ്ഷ്യൽ ഏവിയേഷൻ ഈ രീതിയിലായ സമയത്ത്, അത് കഴിഞ്ഞ് പിന്നെ നോർമലായിട്ട് ഹൈസ്കൂൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ എടുത്ത് ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള ട്രെയിനിങ് കൊടുത്താണ് ഈ ജോലിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക എന്നുള്ളതാണ് ടർബുലൻസ് പോലുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് യാത്രക്കാർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ടർബുലൻസ് ഉണ്ടാകുമ്പോഴല്ല ശരിക്കും ചെവി അടയുന്നത്. ചെവി അടയുന്നത് നമ്മൾ ശരിക്കും പ്ലെയിൻ ക്ലൈംബ് ചെയ്യുകയും ഡിസെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോഴാണ് ചെവി അടയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ടർബുലൻസിൻ്റെ സമയത്ത് എപ്പോഴെങ്കിലും ചെവി അടയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തോന്നിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ സാധാരണ പൈലറ്റ്സ് ചെയ്യുന്നത് വളരെ അധികം ടർബുലൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 35,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുകയാണ്, ആ ഒരു ലെവലിൽ ടർബുലൻസ് ഒരുപാടുണ്ടെങ്കിൽ ഞങ്ങൾ എയർ ട്രാഫിക് കൺട്രോളിനോട് പറഞ്ഞതിന് ശേഷം അതൊരു 33,000 അടിയോ 31,000 അടിയോ താഴ്ന്നു വരും. താഴുന്ന സമയത്താണ് ഈ ചെവി അടയുന്നത്. അത് നേരെ താഴേക്ക് പോരുക അല്ലാതെ ഓടി വരികയല്ല. അല്ലല്ല, പതുക്കെ ഡിസെൻഡ് ചെയ്ത് അടുത്തൊരു ലോവർ ലെവലിലേക്ക് വരും. ആ ലോവർ ലെവലിൽ ചിലപ്പോൾ ഇത്രയും കാറ്റിൻ്റെ വ്യതിയാനം അല്ലെങ്കിൽ ടർബുലൻസ് ഉണ്ടാവത്തില്ലായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതൊരു ഒരു കണക്ക് കൂട്ടലിൽ ഞങ്ങളത് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള ഡേറ്റയുണ്ട്. അല്ല, ഈ ഫ്ലൈറ്റ് ഡ്രോപ്പ് സംഭവിക്കത്തില്ലേ ചില സമയം 100 അടി താഴേക്ക് പെട്ടെന്ന് കാലാവസ്ഥ? അല്ല, അതെല്ലാം നേരത്തെ പറഞ്ഞ ഈ മഴമേഘത്തിനകത്ത് ചെന്ന് ഉണ്ടാകുന്ന സംഭവം, അല്ലെങ്കിൽ ക്ലിയർ എയർ ടർബുലൻസിലും ഉണ്ടാകുന്നു. ചില സമയത്ത് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് താഴെ പോയ ഒരു ഫീലിംഗ് വരാറുണ്ട്. അത് ഈ പറയുന്ന സിവിയർ ടർബുലൻസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അതെ. പിന്നെ അതേപോലെ കുട്ടികളുടെ കാര്യവും പറഞ്ഞല്ലോ, ചെവി അടയുന്നതും തലവേദന വരുന്നതും. പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്, ഈ ചെവി അടയുന്നതായിട്ട് തോന്നിയാൽ തുപ്പലിറക്കിയാൽ മതി. നമ്മൾ തുപ്പലിറക്കുമ്പോൾ തന്നെ നമ്മളുടെ ചെവി അടയുന്നത് തുറക്കാറുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അത് പറഞ്ഞാൽ അത്രത്തോളം എഫക്റ്റീവ് ആവില്ല. അതിന് പകരമാണ് പണ്ട് കാലത്ത് എല്ലാ പ്ലെയിൻ യാത്രകളിലും മുട്ടായി കൊടുക്കുമായിരുന്നു. അത് അതിന്റെ കാരണം എന്താ? ഇതിനു വേണ്ടിയാണ്. അത് നമ്മളോട് ഈ ഒറിജിനൽ കാര്യം പറയാതെ തന്നെ എല്ലാവരെയും പ്രോംപ്റ്റ് ചെയ്യായിരുന്നു, തുപ്പലിറക്കിക്കോളൂ എങ്കിൽ ചെവി അടാതിരിക്കും. ഇപ്പോഴും അത് തന്നെ ചെയ്യാം. കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാം, അല്ലെങ്കിൽ വളരെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കാം. ഡിസെൻഡ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ചെവി അടയുന്നതും ചെവി വേദന ഉണ്ടാവും. കുട്ടികൾ കരയും. പലർക്കും മനസ്സിലാവില്ല എന്താ കരയുന്നത്. ആ സമയത്ത് കുറച്ച് വെള്ളമോ എന്തെങ്കിലും കൊടുത്താൽ മതിയാവും. അമ്പരചുംബികളായ വിമാനങ്ങൾ, ഇപ്പം നേരത്തെ 100 കണക്കിന് വിമാനങ്ങൾ പറത്തിയിട്ടുള്ള താങ്കൾക്കായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കായാലും പ്രേക്ഷകർക്കായാലും ശരി, എന്നും മുത്തശ്ശി കഥകൾ പോലെ അതിശയോക്തിയോടുകൂടി കേൾക്കാൻ താല്പര്യമുള്ള കഥകളാണ്. വീണ്ടും കാണാം. നമസ്കാരം.